സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിയിടുന്നു. കേരള ക്രൈസ്തവർ പതിറ്റാണ്ടുകളായി പാടി ആശ്വസിച്ചിരുന്ന വളരെ മനോഹരമായ ഒരു പ്രത്യാശാ ഗാനമാണ് സമയമാം രഥത്തിൽ എന്ന ഈ ഗാനം. ശവസംസ്കാര ശുശ്രൂഷകളിൽ ഇന്ന് ഈ ഗാനം കേൾക്കാത്ത ഒരിടവും ഉണ്ടാവില്ല. അത്രയേറെ പ്രശസ്തമായ ഈ ഗാനത്തിൻ്റെ ഓരോ വരികളിലും നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യാശയും ദൈവസ്നേഹവും അതിലുപരി ജീവിതത്തിൻ്റെ ക്ഷണികതയുമാണ്. ഈ ഗാനം രചിച്ചത് ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലെത്തി കേരളത്തിൽ താമസിച്ച മഹാനായ ക്രൈസ്തവ സുവിശേഷകൻ. ജർമ്മനിയിൽ നിന്ന് നാട്ടിലെത്തി മലയാള ഭാഷ പഠിച്ച, ആ ഭാഷയിൽ പാട്ടുകൾ എഴുതിയ വോൾബ്രിറ്റ് നാഗൽ എന്ന ജർമ്മൻ മിഷണറി, അദ്ദേഹമാണ് ഈ ഗാനം രചിച്ചത്. കുന്നംകുളത്ത് താമസിക്കുന്ന നാളുകളിൽ രചിച്ചതാണ് ഈ ഗാനം. സഭാവ്യത്യാസമന്യേ എല്ലാ ക്രൈസ്തവരും പാടി ആശ്വസിക്കുന്ന ഈ ഗാനം ഇന്ന് 18 ഭാഷകളിലേക്ക് തർജിമ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം സ്വന്തം മകൻ്റെ മരണത്തെ തുടർന്ന് എഴുതിയ ഗാനമാണിത്. സുവിശേഷവേല എന്നാൽ ആഡംബരമാണെന്ന് കരുതിയ ശുശ്രൂഷകന്മാർക്ക് മുന്നിൽ നാഗൽ സാഹിബ് ഒരു അപവാദമായിരുന്നു. വസ്ത്രധാരണത്തിലും ഭക്ഷണകാര്യത്തിലും നാഗൽ കുടുംബം വളരെ മിതത്വം പാലിച്ചിരുന്നു. പ്രഭാത ഭക്ഷണം മിക്കവാറും കഞ്ഞിയും മത്തിയുമായിരുന്നെന്ന് ദൃക്സാക്ഷികൾ ആഹാരമില്ലാതെ പട്ടിണി കിടക്കേണ്ട പല അവസരങ്ങളും ജീവിതത്തിലുണ്ടായതായി പറയപ്പെടുന്നു. മാറി ധരിക്കുവാൻ വസ്ത്രങ്ങളില്ലാത്തതിനാൽ ഇരുന്ന് വാങ്ങി ഉടുക്കേണ്ട സാഹചര്യങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മുളക് കടിച്ച് കഞ്ഞി കുടിച്ച സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും കടുത്ത അവസ്ഥയിൽ കൂടിയാണ് അദ്ദേഹം സുവിശേഷ വേല കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. കൂലി കൊടുക്കുവാൻ കാശില്ലാത്തതിനാൽ വീട് കെട്ടുവാനുള്ള മുളയും മറ്റും ഇദ്ദേഹം ചുമന്നുകൊണ്ടുപോയി സ്വന്തം കൈകൊണ്ട് മണ്ണ് കുഴച്ച് സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കുമായിരുന്നു. പണം കയ്യിലുണ്ടായാൽ പോലും മിതവ്യയം സ്വീകരിച്ചിരുന്നു. മക്കൾ ചെറിയ കുട്ടികളായിരുന്ന അവസരത്തിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് നാഗൽ സാഹിബിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു. കർത്താവിൻ്റെ വേലയോ മക്കളുടെ വിദ്യാഭ്യാസമോ ഏതാണ് നിങ്ങൾക്ക് മുൻഗണന എന്നായിരുന്നു സാഹിബിൻ്റെ ചോദ്യം. അത് കേട്ട് തൻ്റെ ഭാര്യ ഒന്നും മിണ്ടിയതേയില്ല. കുടുംബകാര്യങ്ങളിലുള്ള നിരുത്തരവാദപരമല്ല, അതിലുപരി കർത്തൃശുശ്രൂഷയിലുള്ള സാഹിബിൻ്റെ തീഷ്ണതയാണ് ഈ വാക്കുകളിലൂടെ വെളിയിൽ വന്നത്. നാഗൽ സാഹിബിന് 5 പുത്രന്മാരും 2 പുത്രിമാരും ഉണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും നന്നേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. 3ാമത്തെ മകനായ ഗോഡ്ലി സർവകലാശാല ബിരുദം നേടി ഓക്ലൻഡിലുള്ള ഒരു സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി. ഈ യുവാവിൻ്റെ മനസ്സ് എന്നും ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനത്തിനൊപ്പമായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹം രോഗാതുരനായി ഈ ലോകം വിട്ടുപോയി. പിതാവ് മരിച്ച് 10 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഗോഡ്ലിയുടെ മരണം. 1918 ജർമ്മനിയിൽ തിരികെ എത്തിയ നാഗൽ ചില മാസങ്ങൾ കഴിഞ്ഞതോടെ പക്ഷവാത രോഗിയായി മാറി. താൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ബെർലിനിൽ നിന്നും 2 മൈലുകൾ ദൂരെയുള്ള മിഡ്വെസ്റ്റിലായിരുന്നു നാഗൽ താമസിച്ചിരുന്നത്. മരണക്കിടക്കയിൽ തൻ്റെ ഭാര്യയോട് താൻ രചിച്ച ഒരു ഗാനം പാടിക്കേൾപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ, "എൻ ആത്മാവേ, നീ ദുഃഖത്താൽ വിഷാദിക്കുന്നതെന്തിനായി? വന്നിടും വീണ്ടെടുപ്പിൻ നാൾ, കാത്തിയിടുക കർത്താവിനായി. ഈ ഹീനദേഹത്തിങ്കൽ ഞെരുങ്ങിടുന്നോ ക്ഷീണത്താൽ, നിൻ രാജൻ വരവിങ്കൽ ഈ മൺപാത്രം മിന്നും തേജസ്സാൽ." ഈ ഗാനം പാടി അവസാനിപ്പിച്ചപ്പോഴേക്കും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. തൻ്റെ പ്രിയ ഭാര്യയുടെ കരങ്ങൾ തൻ്റെ കരങ്ങളാൽ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. 1921 മെയ് 21 ഒരു തണുത്ത പ്രഭാതം, വോൾബ്രൈറ്റ് നാഗൽ സമയമാം രഥത്തിലേറി താൻ പ്രിയം വച്ച കർത്തസന്നിധിയിലേക്ക് പറന്നുപോയി. ധാരാളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും 65 ഗാനങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ക്രൈസ്തവ ഗാനങ്ങൾ വളരെ കുറവായിരുന്ന കാലത്താണ് നാഗൽ സാഹിബിൻ്റെ ഗാനങ്ങൾ പുറത്തു വന്നത് എന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഗാനങ്ങൾക്ക് പ്രചാരം ലഭിച്ചു. മാത്രമല്ല, പ്രാസങ്ങൾ ഒപ്പിച്ചുള്ള ഗാനങ്ങളാകിയാൽ കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നു ഭൂരിഭാഗം ഗാനങ്ങളും. ദൈവത്തിൻ പുത്രനായ ക്രിസ്തുവേ, യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്ക നാം,
ദൈവമേ, നിൻ അറിവാലെ ഹൃദയം നിറയ്ക്കുക. ക്രിസ്തുവിൻ്റെ ദാനം എത്ര മധുരം. യേശുവേ, നിന്റെ രൂപമീ എൻ്റെ തുടങ്ങിയ ഗാനങ്ങൾ മലയാള ക്രൈസ്തവ ജനതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളാണ്. യുവത്വത്തിൻ്റെ തിളപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ ക്ഷണികത മറ്റുള്ളവരെ മനസ്സിലാക്കിയും സ്വയം മനസ്സിലാക്കിയും പ്രവർത്തിച്ചു എന്നതാണ് നാഗലിൻ്റെ പ്രത്യേകത. 1867 ജർമ്മനിയിലെ ഹാസനിൽ ജനിച്ച വോൾബ്രിറ്റ് നാഗൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു. ബാല്യവും കൗമാരവും താണ്ടിയ നാഗലിൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിനായി ജീവിക്കുക എന്ന താല്പര്യം മുളപൊട്ടി. 1885 ഒരു ദിവസം, അന്നാണ് നാഗലിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വ്യക്തിപരമായി സ്വീകരിച്ചത്. അപ്പോൾ പ്രായം 18 വയസ്സ്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുകൊള്ളുവാൻ ഇടയായത് ഒരു സഞ്ചാര സുവിശേഷകൻ്റെ ഇടപെടലിലൂടെയാണ്. ചെരുപ്പ് തുന്നി അതിൽ കൂടി കിട്ടുന്ന വരുമാന നിമിത്തം യാത്ര ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം പറയുന്ന ആ സഞ്ചാര സുവിശേഷകനെ നാഗൽ പ്രത്യേകം ശ്രദ്ധിച്ചു. യുവാവായ നാഗൽ ഒരു സുവിശേഷകനാകാൻ അങ്ങനെ തീരുമാനമെടുത്തു. അങ്ങനെ സ്വിറ്റ്സർലൻഡിലുള്ള ബാസൽ മിഷൻ ട്രെയിനിങ് സെൻ്ററിൽ പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം കടന്നുപോയി. പിന്നീട് ബാസൽ മിഷൻ പട്ടക്കാരനായി സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങി. സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരു സംഘടനയാണ് ബാസൽ മിഷൻ. 1815 സെപ്റ്റംബർ 25 സ്വിറ്റ്സർലൻഡിലെ ബാസലിലാണ് ബാസൽ മിഷൻ്റെ ആരംഭം. അക്കാലത്ത് നെപ്പോളിയനെതിരെ ബ്രിട്ടൻ, റഷ്യ, പേർഷ്യ എന്നീ 3 രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈനിക സഖ്യം ഉണ്ടാക്കി. അതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ബാസലിലായിരുന്നു. ഇതറിഞ്ഞ നെപ്പോളിയൻ എത്രയും പെട്ടെന്ന് ബാസലിൽ നിന്ന് എതിർ സൈന്യം ഒഴിഞ്ഞുപോയില്ലെങ്കിൽ ആ നഗരം നശിപ്പിക്കുമെന്ന് അന്ത്യശാസനം നൽകി. ഇത് കേട്ട സഖ്യകക്ഷികളുടെ സൈനികരായ ചില ക്രിസ്തീയ വിശ്വാസികൾ ഒരു പള്ളിയിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അന്ന് അവിടെ വെച്ച് എടുത്ത ഒരു തീരുമാനമാണ് സുവിശേഷീകരണത്തിനായി ഒരു സംഘടന തുടങ്ങണമെന്നത്. അങ്ങനെ ബാസലിൽ 1815 ബാസൽ മിഷൻ രൂപീകൃതമായി. നാഗൽ കേരളത്തിലെത്തിയ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. സുവിശേഷീകരണമായി പ്രവർത്തിക്കുവാൻ പറ്റിയ ഒരിടമാണ് കേരളമെന്ന്. സുവിശേഷ പ്രവർത്തനത്തിന് പാകമായ മണ്ണ് തിരിച്ചറിഞ്ഞ വോൾബ്രിറ്റ് നാഗൽ കേരളത്തിലെ കണ്ണൂരിൽ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. 1893 ഡിസംബറിൽ നാഗൽ ഇവിടെ എത്തി. അതിനു മുമ്പായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സാമുവൽ ഹെബിക് എന്ന ഒരു മിഷണറി ആയിരുന്നു. നാട്ടുകാരുമായും നല്ല ബന്ധം പുലർത്തി പോന്നിരുന്ന സാമുവൽ ഹെബിക്കിനെ കുറിച്ച് ഹെബിക്ക് നാട്ടിൽ ഒരു നല്ല സാക്ഷ്യത്തിനുടമയായിരുന്നു. ആത്മാർത്ഥതയും ശുഷ്കാന്തിയോടുമുള്ള പ്രവർത്തനങ്ങളാൽ നാഗലിനെ ആളുകൾ പെട്ടെന്ന് രണ്ടാം ഹെബിക് എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. കാലം കഴിയവേ നാഗൽ തൻ്റെ പ്രവർത്തന കേന്ദ്രം ഷൊർണൂരിനടുത്തുള്ള വാണിയംകുളം എന്ന സ്ഥലത്തേക്ക് മാറ്റി. അവിടെ പ്രവർത്തനങ്ങൾ വ്യാപകനായിരുന്ന കാലത്ത് തിരുവചന പഠനത്തിനായി അദ്ദേഹം കൂടുതൽ സമയം എടുത്തു. താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ബാസൽ മിഷന്റെ ഉപദേശ സംഹിതകൾ പൂർണ്ണമായും തിരുവചനാടിസ്ഥാനത്തിലുള്ളതല്ല എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായി. ഇത് സംബന്ധിച്ച് ബാസൽ മിഷൻ കേന്ദ്രവുമായി അദ്ദേഹം നിരന്തരം കത്തിടപാടുകൾ നടത്തി. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരു മിഷണറിയുടെ സേവനം നഷ്ടമാകുവാൻ ഒരിക്കലും മിഷൻ നേതൃത്വം ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാഗലിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് കേന്ദ്രം തയ്യാറായിരുന്നു. എന്നാൽ നാഗൽ ഉള്ളിൽ തിരിച്ചറിഞ്ഞ സത്യങ്ങളിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകുവാൻ തയ്യാറായില്ല. മിഷൻ വിട്ടു പോകരുതെന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ തുടർച്ചയുള്ള അഭ്യർത്ഥനകളെ ഗൗനിക്കാതെ അദ്ദേഹം സഭ വിട്ടിറങ്ങാൻ തീരുമാനിച്ചു. അത് ഭോഷത്വമാണെന്ന് ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപദേശിച്ചു. ശമ്പളം നിലച്ച് സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമ്പോൾ തിരികെ വന്നുകൊള്ളുമെന്ന് മറ്റു ചിലർ പ്രത്യാശിച്ചു. പക്ഷേ ഇതൊന്നും നാഗലിനെ ഒരു രീതിയിലും ബാധിച്ചില്ല. ബാസൽ മിഷനുമായി തനിക്കുള്ള എല്ലാ ബന്ധങ്ങളും അദ്ദേഹം വിച്ഛേദിച്ചു. കൈപ്പറ്റിയ ധനസഹായം മടക്കിക്കൊടുക്കുകയും ചെയ്തു. ഇത്ര മിടുക്കനായ ഒരു മിഷണറി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കടന്നു പോകുന്നത് ഓർത്ത് ദുഃഖിച്ച അവർ എപ്പോൾ വേണമെങ്കിലും നാഗുലിന് സ്വബുദ്ധി ഉണ്ടായി മടങ്ങി വരുവാനായി വാതിൽ തുറന്നു കിടക്കുകയാണെന്ന് അറിയിച്ചു. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും ഒരു പുനർജനിതത്തിന് താല്പര്യപ്പെട്ടില്ല. അക്കാലത്ത് വോൾബ്രിറ്റ് നാഗൽ സാഹിബിന് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു.
അവർ അനുവദിച്ച ബാസൽ മിഷനോട് വിട പറഞ്ഞതോടുകൂടി അവർ അനുവദിച്ച വീട് ഒഴിഞ്ഞു കൊടുത്തു. ശമ്പളം വരുന്നത് നിലച്ചു. ഇനി എന്തു ചെയ്യും? അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് മറ്റൊരു സമൂഹത്തോട് ചേരുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ, ഭൗതികമായ സാഹചര്യങ്ങൾ ഒക്കെ ശരിയാകേണ്ടിയിരുന്നു. ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്വം ഒരിക്കലും കുറഞ്ഞിരുന്നില്ല. യജമാനൻ തനിക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് ഒരുക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ദൈവനാമത്തിന് ഇറങ്ങിത്തിരിച്ച താൻ ഇതുവരെ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ലെന്ന് അദ്ദേഹം ഓർത്തു. അങ്ങനെ ഇരിക്കെയാണ് സഹപ്രവർത്തകൻ ഊട്ടിയിലെ സമീപമുള്ള നീലഗിരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കത്ത് അയച്ചത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇംഗ്ലീഷ് മിഷണറിമാരെ കണ്ടുവെന്നും അവരും താങ്കൾ പിന്തുടരുന്ന അതേ പ്രമാണങ്ങൾ തന്നെയാണ് അവരും പിന്തുടരുന്നതെന്നും അദ്ദേഹം എഴുതിയിരുന്നു. അത് നാഗൽ സാഹിബ് അത്ഭുതത്തോടെ വായിച്ചു. വളരെ വേഗത്തിൽ അവരെ രണ്ടുപേരെയും സന്ദർശിക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായി. അക്കാലത്ത് കോയമ്പത്തൂരിൽ വേല ചെയ്തിരുന്ന മിസ്റ്റർ ഹാൻലി ബേർഡും തിരുനെൽവേലിയിൽ പ്രവർത്തിച്ചിരുന്ന മിസ്റ്റർ TH മെയ്നാർഡും ആയിരുന്നു അവരിരുവരും. ആശ്രയത്തിൻ്റെ കെട്ടുകളും കർത്താവിലും അവൻ്റെ ഭജനത്തിലും അവൻ്റെ വേലയിലുമുള്ള ശാശ്വത ഹൃദയം കൂട്ടായ്മയും അന്നു മുതൽ എന്നെ അവരോട് ബന്ധിപ്പിച്ചു. തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും കർത്താവ് വളരെ വിശ്വസ്തയോടെ എന്നോട് അടുത്തു നിന്നു. പലപ്പോഴും പരിശോധനകളോടുകൂടിയാണെങ്കിലും ഒരിക്കലും പരാജയപ്പെടുത്താതെ എൻ്റെ ദൈവം എന്നെ നിലനിർത്തിപ്പിച്ച് എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ സാധിപ്പിച്ചു തന്നു, അദ്ദേഹം എഴുതി. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.